പ്രിഡേറ്റർ സീരീസിലുള്ള ലാസ്റ്റ് സിനിമ പ്രേ, അതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്രിഡേറ്റർ മൂവിയാണെന്ന് തന്നെ പറയാം. അത് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ടീമിൻ്റെ അതേ ഡയറക്ടർ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന പുതിയ സിനിമ ബാഡ് ലാൻഡ്സ്, അതിൻ്റെ ട്രെയിലർ മിസ് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ട്രെയിലറിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. I didn't think you survived. Oh, nice. Nice. Oh. You're hunting something that can't be killed. Okay. അത് കൊള്ളാം. ഓ നൈസ്. സർപ്രൈസിങ് ഫാക്ടർ LA ഫാനിങ് ഇതിൽ നായികയായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സിനിമയുടെ ഒരു സമ്മറി ഞാൻ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ നോക്കി. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റിയത് എന്താ പറയുന്നത്, ഒരു പ്രിഡേറ്റർ, ഒരു വേൾഡ്, ഒരു ഔട്ടർ വേൾഡിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ മിക്കവാറും പ്രിഡേറ്റേഴ്സ് ജീവിക്കുന്ന വേൾഡാണ് ഇതിൽ കാണിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു യങ് പ്രിഡേറ്റർ, പുള്ളിക്കാരൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുന്നു, ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ വെച്ച് ഈ ഹ്യൂമനെ ഇയാൾ മീറ്റ് ചെയ്യുകയാണ്. LA ഫാനിങ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. പക്ഷേ LA ഫാനിങ്ങിന് എന്തെങ്കിലും സൂപ്പർ പവർ ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ കണ്ണൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പോയി. സോ ഇതിൽ കുറച്ച് സൂപ്പർ പവർ, സൂപ്പർ നാച്ചുറൽ പവർ സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ രസം ഉണ്ടാവും. എനിവേ, ഇവരിപ്പോൾ പ്രിഡേറ്റർ കഥാപാത്രത്തിനെ പല സെറ്റിങ്ങിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ പ്രേ സിനിമയിലാണെങ്കിൽ പ്രിഡേറ്റർ ഉള്ളത് നമ്മുടെ ഒരു പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലാണ്. ഇതിലേക്ക് വരുമ്പോൾ കഥ നടക്കുന്നത് ഒരു ഔട്ടർ വേൾഡിലാണ്. അപ്പോൾ അവിടെ പ്രിഡേറ്റർ ഒരു നായകനുണ്ട്. അപ്പോൾ പ്രിഡേറ്റർ നായകനായിട്ട് തന്നെ വരുന്ന ഒരു സിനിമയാണ്. പ്രിഡേറ്ററിന് ഫൈറ്റ് ചെയ്ത് തൻ്റെ ക്ലയൻറ്റിൻ്റെ മുമ്പിൽ തൻ്റെ വെർത്ത് അറിയിക്കണം. അപ്പോൾ അതിന് ഒരു ഹെൽപ്പായിട്ട് LA ഫാനിങ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും വരുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവർ രണ്ടുപേരും കൂടി മുന്നോട്ടേക്ക് ഫൈറ്റ് ചെയ്ത് രണ്ടുപേരുടെയും ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്ന ഒരു കഥ തന്നെയായിരിക്കും ഈ സിനിമ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, പ്രിഡേറ്ററിൻ്റെ ലുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി ഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു നായക കഥാപാത്രത്തെ ആയിട്ടാണല്ലോ കാണിക്കുന്നത്, അതുപോലെ തന്നെ മാസ്ക് ഇല്ലാതെ കാണിക്കണമല്ലോ. അപ്പം പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് യങ് ജനറേഷന് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ആ ഒരു ഭീകരത നഷ്ടപ്പെടുത്തിയത് കുറച്ച് ശോകമായി എനിക്ക് തോന്നി. പക്ഷേ ഈയിടെ ഇറങ്ങുന്ന മിക്ക സിനിമകളിലും നമുക്ക് കാണാൻ പറ്റും അതിലെ കഥാപാത്രങ്ങൾക്ക് ഒരു സോഫ്റ്റ്നെസ് കൊടുക്കുന്നുണ്ട്. പഴയ ആ ഒരു പണ്ടിറങ്ങുന്ന ടൈപ്പ് ഒരു ഭീകരതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റോ ഒന്നും ഇപ്പം അങ്ങനെയില്ല. ഇപ്പം എല്ലാം കുറച്ചുകൂടി സ്മൂത്താണ്, കഥാപാത്രങ്ങൾ കുറച്ചുകൂടി ഹ്യൂമനൈസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ടച്ച് ഇതിലും നമുക്ക് കാണാൻ പറ്റും. IMAX എക്സ്പീരിയൻസിന് മേ ബി വിഷ്വൽ ലെവൽ എക്സ്പീരിയൻസിന് ഈ സിനിമ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പ്രേ സിനിമ കണ്ടിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ ഒരു സിനിമയും കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയും മികച്ചതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ട്രെയിലർ കണ്ട ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.